മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ സ്വപ്നത്തിൽ പോലും യുക്തിപരമായി ചിന്തിക്കുകയോ അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂടെ നിൽക്കുകയോ ചെയ്യരുത്. ചെയ്താൽ എട്ടിന്റെ പണി തന്നെ നിങ്ങൾക്ക് കിട്ടും. സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഗോകുലം ഗോപാലിനെ ഒന്ന് നോക്കൂ. എമ്പുരാന് വേണ്ടി പൈസ ഇറക്കുമ്പോൾ പുള്ളി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല സംഘപരിവാർ അത് ഇത്രയ്ക്ക് പ്രശ്നമാക്കുമെന്നും അതിനെ തുടർന്ന് അവർ പ്രതികാരം ചെയ്യുമെന്നൊന്നും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ബോധിഭക്തർ എല്ലാം കൂടി അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിവരമാണ് നമ്മൾ കേൾക്കുന്നത്. സിനിമാ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. കാര്യം എന്തെന്നോ, പുള്ളി ഒരു സിനിമ പിടിച്ചു, എമ്പുരാൻ. അതിന്റെ പേരിൽ സംഘപരിവാർ ഒന്നാകെ ഇളകി നടക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് എമ്പുരാന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്കൊക്കെ പണി കൊടുക്കണം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ്. ചെന്നൈ കോടാമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമാണ്. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. മാത്രമല്ല ഗോകുലം ഗോപാലിനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നും കൂടിയുണ്ട്. വടകരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഹേമ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇഡിയുടെ പരിശോധനയും ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുന്നത്. ഗോകുലം ഗോപാലൻ സഹനിർമ്മാതാവായ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ഇഡിയുടെ പരിശോധന എന്നതും ശ്രദ്ധേയമാണ്. സിനിമയിൽ ഗോത്ര സംഭവം, ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നും ഹിന്ദുത്വ വിരുദ്ധ ആഖ്യാനങ്ങൾ ഉണ്ട് എന്നും വിമർശിച്ച് സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ 2.5 മിനിറ്റ് രംഗം ഒഴിവാക്കുകയും പ്രധാന വില്ലന്റെ പേര് ബാബ ബജ്രംഗി എന്നതിൽ നിന്നും ബൽദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം എമ്പുരാൻ സിനിമ 200 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. ലേക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എമ്പുരാൻ സിനിമ ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചത് എന്നായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നത്. അതേസമയം സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗോകുലത്തിനെതിരെ നേരത്തെ തന്നെ ഇഡി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായ പരിശോധനയും അന്വേഷണവും നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിന് വഴിവെച്ചത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. അതേസമയം ഗോകുലം ഗോപാലന്റെ ഓഫീസിലെ ഇഡി റെയ്ഡിനെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസും CPM-ഉം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഇനിയും റെയ്ഡുകൾ നടക്കും. റെയ്ഡിലൂടെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് BJP-യുടെ രീതി. ഒരു ലേഖനം എഴുതാനോ സിനിമ എടുക്കാനോ പറ്റുന്ന അവസ്ഥയാണ് രാജ്യത്തെന്നും KC വേണുഗോപാൽ പറയുന്നു. റെയ്ഡിന് കാരണം എമ്പുരാൻ സിനിമയായതിനാൽ സാംസ്കാരിക ലോകം ഒറ്റക്കെട്ടായി ചേർക്കണമെന്നും ഇഡി റെയ്ഡിൽ അത്ഭുതമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയുണ്ടായി.